നമസ്കാരം, ഞാൻ അജിത. പ്രധാന വാർത്തകൾ. കോട്ടയം ജില്ലാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. ഏറ്റുമാനൂരിൽ മന്ത്രി വി എൻ വാസവൻ പ്രചരണ രംഗത്ത് സജീവം. 5 വർഷത്തെ വികസനം തുണയാകുമെന്ന് മന്ത്രി വി എൻ വാസവൻ. കോൺഗ്രസിനേക്കാൾ ഗ്രൂപ്പിസം CPM-ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. ജി സുധാകരൻ ആദർശശുദ്ധിയുള്ള നേതാവ്. മന്ത്രി KB ഗണേഷിന്റെ രാജി ആവശ്യവുമായി കോൺഗ്രസിന്റെ ധർമ്മസമരം. അധാർമിക പ്രവർത്തനത്തിനായി ഖജനാവിലെ പണം വിനിയോഗിക്കുന്നു. നസ്രാണി സംഗമത്തിന് തുടക്കം. നസ്രാണികൾ ഒന്നിച്ചു നിൽക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് ബസോലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ കോട്ടയം ജില്ലാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. ഏറ്റുമാനൂരിൽ മന്ത്രി വി എൻ വാസവൻ പ്രചരണ രംഗത്ത് സജീവമായി. മണ്ഡലത്തിൽ 5 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തുണയാകുമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ നിമിഷങ്ങൾക്കകം ഏറ്റുമാനൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി വി എൻ വാസവന്റെ പ്രചരണം മണ്ഡലമാകെ നിറഞ്ഞു. ചുവരുകളിൽ സ്ഥാനാർത്ഥികളുടെ പേരുകൾ എഴുതുന്നതിനൊപ്പം പോസ്റ്ററുകളും നിറഞ്ഞു കഴിഞ്ഞു. ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രകടനം നടത്തി. ഭവന സന്ദർശനങ്ങളും പുരോഗമിക്കുന്നു. ബൂത്ത് പഞ്ചായത്ത് തല കൺവെൻഷനുകളും കുടുംബയോഗങ്ങളും വരും ദിവസങ്ങളിൽ നടക്കും. 18-നാണ് നിയോജക മണ്ഡലം കൺവെൻഷൻ. ഏറ്റുമാനൂരിലെ ജനങ്ങൾ ഇത്തവണയും തന്നെ വിജയിപ്പിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. മണ്ഡലത്തിലുടനീളം 5 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ഒപ്പമുണ്ടാകുമെന്നും ജില്ലയിൽ LDF എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വിജയം നേടുമെന്നും വി എൻ വാസവൻ പറഞ്ഞു. 9 സീറ്റാണുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 5 സീറ്റ് LDF-നും 4 സീറ്റ് UDF-നുമായിരുന്നു. ഈ പ്രാവശ്യം 9 സീറ്റും പിടിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനമാണ് കാലകൂട്ടി ജില്ലാ LDF ഇതിനോടകം തന്നെ സംഘടിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അതിൽ ഞങ്ങൾ പൂർണ്ണ സംതൃപ്തിയോടെ, അടുക്കും ചിട്ടയോടെ, ഒരു തരത്തിലുള്ള തർക്കവുമില്ലാതെ, വൈകാരികമായ യോജിപ്പോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ടീം വർക്ക് ഈ ജില്ലയിൽ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ ഏറ്റവും മെച്ചപ്പെട്ട 9 സീറ്റും പിടിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള സ്ഥിതിവിശേഷം, സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വളർന്നു വന്നിരിക്കുന്നു എന്നതാണ് എടുത്തു ചൂണ്ടിക്കാൻ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഗ്രൂപ്പിസത്തിൽ കോൺഗ്രസിനെ കടത്തിവെട്ടുകയാണ് CPM എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. ക്യാബിനറ്റ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്യാബിനറ്റ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന കാഴ്ചപ്പാട് മുഖാമുഖം പരിപാടിയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അതിഥിയായി എത്തി. കോട്ടയം ജില്ലയിൽ കോൺഗ്രസ് മെച്ചപ്പെട്ട നിലയിലാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ഗ്രൂപ്പിസത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസിനെ കടത്തിവെട്ടുകയാണ് CPM എന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞു. ജി സുധാകരൻ, PK ശശി, ഐഷ പോറ്റി എന്നിവരുടെ കാര്യങ്ങൾ ഉദാഹരണമായി തിരുവഞ്ചൂർ ചൂണ്ടിക്കാട്ടി. ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളീ മാത്രമേ ഉള്ളൂ ഗ്രൂപ്പിസം എന്ന്. പക്ഷേ ഇപ്പം ജി സുധാകരൻ പറയുന്നത് കേട്ടിട്ട് അതിനേക്കാൾ എത്രയോ ഹീനമായ ഗ്രൂപ്പിസം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. PK ശശി പറയുന്നത് കേട്ടിട്ട് എന്താ പറയാൻ തോന്നിയിട്ടുള്ളത്? അതിനകത്തുനിന്ന് ആട്ടപടലെ ആളുകൾ ഇറങ്ങിയിരിക്കല്ലേ. ഐഷ പോറ്റി പറയുന്നത് കേട്ടിട്ട് എന്താ പറയുന്നത്? ഞാൻ വിചാരിച്ചു ഇവരൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ പാർട്ടി മാത്രമേ ഗ്രൂപ്പുള്ളൂ എന്ന്. പക്ഷേ ഇപ്പോൾ മനസ്സിലായില്ലേ, ആളിക്കത്തിയാലും അമർന്ന് കത്തിയാലും തീ തന്നെയാണ്. ജി സുധാകരൻ ആദർശശുദ്ധിയുള്ള നേതാവാണെന്നും അദ്ദേഹവുമായി അടുപ്പത്തിൽ പോകണമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പറഞ്ഞു. ക്യാബിനറ്റ് ചാനൽ ചീഫ് എഡിറ്റർ ടോം മാത്യു അവതാരകനായ കാഴ്ചപ്പാട് മുഖാമുഖം പരിപാടി ഇന്ന് രാത്രി 9 മണിക്ക് ക്യാബിനറ്റ് ചാനലിൽ സംപ്രേഷണം ചെയ്യും. കൂടാതെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും ലഭിക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് കോട്ടയം ഈസ്റ്റ്, വെസ്റ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് ധർമ്മസമരം നടത്തി. പൂവൻ കോഴി കയ്യിലേന്തിയായിരുന്നു സമരം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA സമരം ഉദ്ഘാടനം ചെയ്തു. അധാർമിക പ്രവർത്തനങ്ങൾക്കായി ഖജനാവിലെ പണം ചെലവഴിക്കുന്ന ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ കേരള സമൂഹത്തിന് അപമാനമാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. കേരള സ്ത്രീത്വത്തെ അപമാനിച്ച മന്ത്രിയെ പുറത്താക്കി ഉമ്മൻചാണ്ടി കാണിച്ച മാതൃക പിണറായി വിജയൻ കാണിക്കണമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. കോട്ടയം ഈസ്റ്റ്, വെസ്റ്റ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ KSRTC ബസ് സ്റ്റാൻഡിന് മുൻവശം നടത്തിയ ധർമ്മസമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഈ തെറ്റായ തെറ്റല്ല, അധാർമികമായ നടപടി, ഒരിക്കലും സംസ്ഥാനത്തിന്റെ ധാർമ്മികതയ്ക്ക് ചേരാത്തൊരു നടപടി. അതോടൊപ്പം ഇല്ലീഗൽ ആക്ടിവിറ്റി, അതോടൊപ്പം മറ്റ് ചില വകുപ്പുകൾ കൂടിയുണ്ട്. സഹോദരിമാരുള്ളത് കൊണ്ട് ഞാൻ ആ വകുപ്പിനെ കുറിച്ച് പറയുന്നില്ല. പോക്സോ കേസും ഇതിനകത്ത് വന്നു പെടുന്നു എന്നാണ് ഞാൻ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്.
അത്ര ദയനീയമായ അവസ്ഥയിലേക്ക് കേരള ഗവൺമെന്റിനെ അപമാനകരമായ രൂപത്തിലേക്ക് എത്തിച്ച ഈ മന്ത്രിയെ സംരക്ഷിക്കുന്നവർക്ക് ഞാൻ നല്ല നമസ്കാരം പറയാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കെല്ലാം അഭിവാദ്യം നേരുന്നു. ഈസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് CB ജോണിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ മുനിസിപ്പൽ ചെയർമാൻ MP സന്തോഷ് കുമാർ, വെസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് N ജയചന്ദ്രൻ, DCC സെക്രട്ടറിമാരായ S രാജീവ്, സണ്ണി കാഞ്ഞിരം, TC റോയ്, അരുൺ മർക്കോസ്, സിസി ബോബി, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ രശ്മി വിജയൻ, നിഷ കൊച്ചുമോൻ, വിജയപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി വർക്കി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നസ്രാണി സമുദായ ഐക്യ മുന്നേറ്റത്തിന് പാലായിൽ തുടക്കമായി. നസ്രാണികൾ ഒന്നിച്ചു നിൽക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പരമാധ്യക്ഷൻ ബസോലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ പറഞ്ഞു. നസ്രാണികൾ ഒന്നിച്ചു നിൽക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പാലാ ബിഷപ്പ് ഹൌസിൽ ബിഷപ്പുമാരുടെ നേതൃത്വത്തിൽ നടന്ന മാർത്തോമാ നസ്രാണി സാമുദായിക വൈദിക അൽമായ പ്രതിനിധികളുടെ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിഷപ്പ്. മറ്റ് സംഘടനകൾ വഴിയായിട്ടുമൊക്കെ നമുക്ക് പല പല കാര്യങ്ങളിൽ ശക്തമായി ഒരുമിച്ച് നിന്ന് പറയുവാൻ സാധിച്ചതുകൊണ്ട് സമൂഹത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുവാൻ ഇടയായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഇന്ന് ഈ നസ്രാണി സംഗമം അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ, അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് വിലയിരുത്തുവാൻ, നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനും ഇടയാകുന്ന സാഹചര്യം ഈ സമൂഹത്തിൻ്റെ സേവനത്തിനും സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്കുമായി നമുക്ക് ചെയ്യുവാൻ എന്ത് സാധിക്കുമെന്ന് നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു സന്ദർഭമായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. ബിഷപ്പ്മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷനായി. കർദിനാൾ ബസേലിയോസ് മാർ ക്ലെമിസ് കാതോലിക്ക ബാവ മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ 7 നസ്രാണി സഭകളിൽ നിന്നായി ബിഷപ്പുമാരുടെ 11 പ്രതിനിധികൾ പങ്കെടുത്തു. യൂഹന്നാൻ മാർ ദിയസ്കോറസ് മെത്രാപ്പൊലീത്ത, യൂഹന്നാൻ മാർ തെയോഡോഷ്യസ് മെത്രാപ്പൊലീത്ത, കുര്യാക്കോസ് മാർ തിയോഫിലോസ് മെത്രാപ്പൊലീത്ത, മാത്യൂസ് മാർ അന്തിമോസ് മെത്രാപ്പൊലീത്ത, സഫ്രഗൻ മെത്രാപ്പൊലീത്ത ജോസഫ് മാർ ബർണബാസ്, മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത, സീറോ മലബാർ കത്തോലിക്ക സഭയിൽ നിന്നും മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം, കാഞ്ഞിരപ്പള്ളി രൂപതാ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. സമ്പൂർണ്ണ മദ്യനിരോധനം ഘട്ടം ഘട്ടമായി നടപ്പാക്കിയ മുൻ മുഖ്യമന്ത്രിയോടുള്ള ആദരവ് പ്രകടിപ്പിച്ച് KCBC മദ്യവിരുദ്ധ കമ്മീഷൻ സംസ്ഥാന ഭാരവാഹികളും വൈദികരും ഉമ്മൻചാണ്ടിയുടെ കബറടക്കത്തിലെത്തി ആദരവ് അർപ്പിച്ചു. കബറടത്തിൽ പുഷ്പാർച്ചന നടത്തി. സമ്പൂർണ്ണ മദ്യനിരോധനം ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി 29 ബാറുകൾ ഒഴികെ 10 വർഷം മുൻപ് മുഴുവൻ മദ്യശാലകളും അടച്ചുപൂട്ടിയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടുള്ള ആദരവ് അർപ്പിക്കുന്നതിനും 10 വർഷം കൊണ്ട് മുക്കിലും മൂലയിലും യഥേഷ്ടം മദ്യശാലകൾ അനുവദിച്ച ഇടത് സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ പ്രത്യക്ഷമായി പ്രതിഷേധം അറിയിക്കുന്നതിനുമായി KCBCയുടെ മദ്യവിരുദ്ധ കമ്മീഷൻ സംസ്ഥാന ഭാരവാഹികളും വൈദികരും പുതുപ്പള്ളിയിലെ കബറിടത്തിലെത്തി പുഷ്പാർച്ചന നടത്തി ആദരവർപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവിളയുടെയും കോട്ടയം റീജിയണൽ ഡയറക്ടർ ഫാദർ ജേക്കബ് വെള്ളമരുതുങ്കൽ, ഫാദർ ജിൻസ് ചോരാട്ട് എന്നിവരുടെയും നേതൃത്വത്തിലുള്ള ചങ്ങനാശ്ശേരി, പാല, കാഞ്ഞിരപ്പള്ളി, കോട്ടയം, വിജയപുരം രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് കബറിടത്തിൽ എത്തിയത്. അധികാരത്തിലെത്തിയാൽ നിലവിലുള്ള മദ്യത്തിൽ നിന്നും ഒരു തുള്ളി പോലും കൂടുതലായി അനുവദിക്കില്ലെന്ന് പറഞ്ഞ് ഭരണത്തിലേറിയവർ മദ്യ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിനായി വിമുക്തി പദ്ധതി പ്രഖ്യാപിച്ച് 5 വർഷം കൊണ്ട് 35.15 കോടി രൂപ പൊടിച്ചുവെന്ന് സംസ്ഥാന സെക്രട്ടറിയും വക്താവുമായ പ്രസാദ് കുരുവിള പറഞ്ഞു. ആര് ചോദിച്ചാലും ഈ സംസ്ഥാനത്ത് ആര് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിൽ പോലും എല്ലാവർക്കും ബാറുകൾ അനുവദിക്കുന്ന, അങ്ങനെ ഖജനാവിലേക്ക് എന്ന് പറയുന്നില്ല, അവരുടെ കയ്യിലേക്ക് ധനം സമ്പാദിക്കുന്ന ഒരവസ്ഥയിൽ അവർ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കും. ഇത് അപമാനകരമാണ്, ഒരു സംശയമില്ല, വലിയ അപമാനമാണ് ഓർക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ കേരളത്തെ ഈ മദ്യ ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി തന്നാലാവുന്ന വലിയ ഒരു ചുവട് വെച്ച ഒരു വലിയ മനുഷ്യൻ്റെ മുമ്പിൽ ഞങ്ങൾ വന്ന് അദ്ദേഹത്തെ ഓർക്കുകയാണ്, ആദരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് നടത്തിയ ഈ ലേറ്റസ്റ്റായിട്ട് നടത്തിയ മദ്യനയത്തിനെതിരെയുള്ള ഞങ്ങളുടെ പ്രതിഷേധം കൂടി ഞങ്ങൾ ഈ കബറിടത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ അറിയിക്കുകയാണ്. ഉമ്മൻചാണ്ടി ജനപ്രതിനിധിയായിരുന്ന കാലയളവിൽ പുതുപ്പള്ളിയിൽ ഒരു ബാറോ ബെവ്കോ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളോ ഉണ്ടായിട്ടില്ലെന്നും സമ്പൂർണ്ണ മദ്യനിരോധനം ഉമ്മൻചാണ്ടിയുടെ സ്വപ്നമായിരുന്നുവെന്നും ചാണ്ടി ഉമ്മൻ MLA അനുസ്മരിച്ചു. KP മാത്യു, തോമസ് കുട്ടി മണക്കുന്നേൽ, സാബു എബ്രഹാം, ആന്റണി മാത്യു, തോമസ് കുട്ടി കാഞ്ഞിരപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ,
കോട്ടയം. കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മലിന്റെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധവുമായി SFI. സർവകലാശാലകളിൽ RSSന്റെ കുഴലൂത്ത് ആണെങ്കിൽ അത് നടക്കില്ലെന്ന് SFI സംസ്ഥാന ജനറൽ സെക്രട്ടറി PS സജീവ് പറഞ്ഞു. ജാതിയും മതവും വിളിച്ചു പറയുന്നവന്മാരെ സർവകലാശാലയുടെ മുന്നിൽ കൊണ്ടുപോയി കുത്തി നിർത്തുന്ന ഈ നിലപാടിൽ നിന്ന് അവർക്കെതിരെ സമരം ചെയ്യുന്നതാണ് ഞങ്ങളോടുള്ള ദേഷ്യം. ആ സമരം ഞങ്ങൾ തുടരും. ദേഷ്യം കൂടുന്നുണ്ടെങ്കിൽ കൂടിക്കൊള്ളട്ടെ. ഒരു കാര്യം ഞാൻ പറയാം, ഏതോ RSSന്റെ പരിപാടിയിൽ പോയിരുന്നാണ് ഇതൊക്കെ പറഞ്ഞത്. എന്നിട്ട് അവിടെ RSSനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താ RSS? അത് പറയണല്ലോ. മോഹൻ കുന്നുമ്മലിൽ നിന്ന് മുന്നോട്ട് വെക്കുന്ന RSS എന്താ? രാജ്യത്തെ ഗാന്ധിജിയെ കൊലപ്പെടുത്തിയ, ഗുജറാത്തിൽ 10,000-കണക്കിന് മനുഷ്യരെ കൊലപ്പെടുത്തിയ, ഉത്തർപ്രദേശിലും രാജ്യത്തെ 20ഓളം പ്രദേശങ്ങളിൽ നേരിട്ട് കലാപം നടത്തിയിട്ടുള്ള RSS ആണോ രാജ്യത്തിന് മാതൃക? ഈ സ്വതന്ത്ര ഇന്ത്യയിൽ തന്നെ എത്ര കലാപങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നു, എത്ര മനുഷ്യരെ കൊലപ്പെടുത്തിയിരിക്കുന്നു. കേരളത്തിൽ ഇറങ്ങിയ ഒരു സിനിമയുടെ സീന് പോലും കണ്ടിട്ട് പൊള്ളിയവരാണവർ. അതുകൊണ്ട് ഏറ്റവും വലിയ വർഗീയ വിരുദ്ധർ, മനുഷ്യത്വ വിരുദ്ധരായിട്ടുള്ളവരുടെ ഒരു ഉപദേശവും SFI സ്വീകരിക്കില്ലെന്ന് മാത്രമല്ല അത് അർഹിക്കുന്ന അവജ്ഞതയോടുകൂടി തള്ളിക്കളയുന്നു എന്നുള്ളതാണ് SFIക്ക് വേണ്ടി സൂചിപ്പിക്കാനുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം ജില്ലാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. ഏറ്റുമാനൂരിൽ മന്ത്രി VN വാസവൻ പ്രചരണ രംഗത്ത് സജീവം. 5 വർഷത്തെ വികസനം തുണയാകുമെന്ന് മന്ത്രി VN വാസവൻ. കോൺഗ്രസിനേക്കാൾ ഗ്രൂപ്പിസം CPMലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. G സുധാകരൻ ആദർശശുദ്ധിയുള്ള നേതാവ്. മന്ത്രി KB ഗണേഷിന്റെ രാജി ആവശ്യവുമായി കോൺഗ്രസിന്റെ ധർമ്മസമരം. അധാർമിക പ്രവർത്തനത്തിനായി ഖജനാവിലെ പണം വിനിയോഗിക്കുന്നു. നസ്രാണി സംഗമത്തിന് തുടക്കം. നസ്രാണികൾ ഒന്നിച്ചു നിൽക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് ബസോലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.